നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കൊള്ളയടിച്ചതൊന്നും അനുഭവിക്കാനുള്ള ഒരു യോഗം ഈ കാട്ടുകള്ളന്മാർക്കുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ED അതിശക്തമായ നീക്കങ്ങളിലേക്ക് കടക്കുന്നു. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹവാല ഇടപാടുകളുടെ വശങ്ങളെക്കുറിച്ച് അന്വേഷണത്തിലേക്ക് ED കടക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം, ഈ ശബരിമലയിൽ കൊള്ള നടത്തിയവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അനധികൃതമായിട്ടുള്ള സമ്പാദ്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നീക്കത്തിലേക്ക് കടക്കുമെന്ന് പറയുന്നു. ഇതുമാത്രമല്ല, ശബരിമലയിൽ സ്വർണ്ണപ്പാളികളിൽ പൂശേണ്ടിയിരുന്നത് 24 ക്യാരറ്റ് സ്വർണ്ണമാണ്. എന്നാൽ ഏറ്റവും നിലവാരം കുറഞ്ഞ സ്വർണ്ണമാണ് പൂശിയത് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്വർണം പൂശിയതിൽ കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ആ കോടികൾ എങ്ങോട്ട് പോയി, വിദേശത്തേക്ക് കടത്തിയോ തുടങ്ങിയ എല്ലാ വശങ്ങളെയും കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് ED കടക്കുകയാണ്. EDയുടെ ഈ അന്വേഷണത്തിലൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘം അനുവർത്തിച്ച ഒരു അന്വേഷണ ശൈലിയല്ല അവർ ഇപ്പോൾ അവലംബിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങൾ പൂർണ്ണമായി പ്രത്യേക അന്വേഷണ സംഘത്തോട് തേടിയിട്ടുണ്ട്. എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളുടെയും അവർ കണ്ടെടുത്ത എല്ലാ തെളിവുകളുടെയും പ്രതികളിൽ നിന്ന് ലഭിച്ച മൊഴികളുടെയും എല്ലാം അസൽ പകർപ്പ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ കോടതി ഉത്തരവ് നിലവിലുണ്ട്. കഴിഞ്ഞ 19-ാം തീയതി കൊല്ലം വിജിലൻസ് കോടതിയുടെ ഒരു ഉത്തരവ് പുറത്തു വന്നിരുന്നു. ആ ഉത്തരവിൻ പ്രകാരം എല്ലാ വിശദാംശങ്ങളും SIT എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൈമാറണം. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അനുവർത്തിക്കുന്നത് ഒരു റിവേഴ്സ് അന്വേഷണ ശൈലിയാണ്. ശബരിമല സന്നിധാനത്ത് 1998 എത്ര സ്വർണം പൊതിഞ്ഞിരുന്നു, അതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ മുഖ്യമായി തങ്ങളുടെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അന്വേഷണ രീതി. ഈ 30 കിലോ സ്വർണം അന്ന് 1998 നമ്മൾ കേട്ടു 31 കിലോയോളം സ്വർണം UB ഗ്രൂപ്പ് ശ്രീകോവിലിൽ പൊതിഞ്ഞുവെന്നാണ്. ഈ 31 കിലോ സ്വർണത്തിൽ എത്ര ഇനി അവിടെ ബാക്കിയുണ്ട്? അതിൽ നിന്നാവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം തുടങ്ങുക. മറ്റൊന്ന്, ഭക്തർ കാണിക്കയായി അർപ്പിച്ച അമൂല്യ വസ്തുക്കൾ, സ്വർണം, വെള്ളി തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇപ്പോൾ സുരക്ഷിതമായി അവിടെ ഉണ്ടോ? ഇല്ലെങ്കിൽ എത്രത്തോളം അമൂല്യ വസ്തുക്കൾ അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്? ഇതിൻ്റെയൊക്കെ ബാക്കപ്പ് ഡിജിറ്റൽ CCTVയുടെ തെളിവുകളുണ്ടോ? ഉണ്ടെങ്കിൽ അവ പരിശോധിക്കുക. അപ്പോൾ എത്രത്തോളം സ്വർണം, അമൂല്യ വസ്തുക്കൾ ശബരിമല ശ്രീകോവിലിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു പരിശോധനയിൽ നിന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം തുടങ്ങുന്നത്. നാളെ തിങ്കളാഴ്ച മുതൽ അതിശക്തമായ അന്വേഷണത്തിലേക്കാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. ഇന്നലെ കൊച്ചിയിൽ ED ആസ്ഥാനത്ത് ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. അന്വേഷണത്തിൽ വളരെ സ്പീഡി ആക്ഷനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പലതും കേരളം തിരിച്ചറിയും. എന്തുകൊണ്ടാണ് ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയും മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് ഹൈക്കോടതി SITയെ ശകാരിച്ച് SIയെ വിമർശിച്ച് മണിക്കൂറുകൾക്കകം ഇവരെ കസ്റ്റഡിയിലെടുത്തത്? നമ്മൾ അന്ന് രാവിലെ 19-ാം തീയതി ഒരു വാർത്ത കേട്ടാണ് കേരളം വളരെ ആകാംക്ഷയോടെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലേക്ക് ശ്രദ്ധ തിരിച്ചത്. അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അന്വേഷണത്തിനുള്ള അനുമതി നൽകുകയും ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എത്രയും പെട്ടെന്ന് EDക്ക് നൽകാനും കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഹൈക്കോടതി രൂക്ഷ വിമർശനം മാധ്യമങ്ങളിൽ നിറയുമ്പോൾ മണിക്കൂറുകൾക്കകം ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാകുന്നു. അവർ രണ്ടുപേരുമാണ് ഇതിലെ ക്രൂഷ്യൽ പ്രതികൾ. മറ്റുള്ളവരൊക്കെ കൊള്ളയടിക്കാൻ കൂട്ടുനിന്നവരാണ്, കൊള്ളയുടെ മുതൽ കൈപ്പറ്റിയവരാണ്. പക്ഷെ നേരിട്ട് ഈ സ്വർണം കൈകാര്യം ചെയ്തവർ, ഒരറ്റത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നീട് പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഇവർ 3 പേരാണ് ഈ കൊള്ള മുതൽ കൈകാര്യം ചെയ്തത്. അവരെ കുടഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥ വസ്തുതകളിലേക്ക് കടക്കാൻ കഴിയൂ. ഇത് SITക്ക് നേരത്തെ അറിയാം. അതായത് വാസുവിനെയും പത്മകുമാറിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇരുവരെയും അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് അന്ന് അറസ്റ്റ് ചെയ്യാത്തത്? അത് നമ്മൾ ഹൈക്കോടതിയിൽ പത്മകുമാറും വാസുവും നൽകിയ ഒരു ജാമ്യാപേക്ഷയുടെ വസ്തുതകൾ തരികയാണ്. അപ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യം വരുന്നത്. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ശബരിമല കൊള്ളയെക്കുറിച്ച് വിശദാംശങ്ങൾ വേണ്ടപ്പെട്ട അന്വേഷണ സംഘത്തിന് മുൻപാകെ പറഞ്ഞാൽ ആ കേസ് ചിലപ്പോൾ ഈ സർക്കാരും CPMും ഒക്കെ കരുതുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വളർന്നു പോകും. അതുകൊണ്ട് അവരെ പരമാവധി സൈഡിലാക്കി
വാസുവിനെയും പത്മകുമാറിനെയും കുടുക്കി ജനരോക്ഷം തണുപ്പിച്ച് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കേസ് അട്ടിമറിച്ച് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഗൂഢനീക്കമാണ് നടന്നത്. അത് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് അടപടലം പൊളിഞ്ഞ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കളത്തിലിറങ്ങിയാൽ അവർ ആദ്യം പിടിക്കുന്നത് ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയുമായിരിക്കും. ഇവർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കസ്റ്റഡിയിൽ കിട്ടിയാൽ പലതും അവർ തുറന്നു പറയും. പിന്നീട് ഒരുപക്ഷെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥർ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, സ്വർണ്ണക്കൊള്ള എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഒരു സ്വർണ്ണക്കടത്തിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കേട്ടു. അന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ശിവശങ്കറിനെ പിടിച്ചുകൊണ്ടുപോയ രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. സമാനമായ തലത്തിൽ ഒരു പക്ഷേ മുൻ മന്ത്രി അടക്കം ഈ ED ഉദ്യോഗസ്ഥർ വന്ന് രായ്ക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സാഹചര്യം. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കയ്യിലേക്ക് ഒരു കാരണവശാലും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും വീഴരുത്. അതുകൊണ്ട് മണിക്കൂറുകൾക്കകം ഇരുവരെയും നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘം പൊക്കി അവരെ കസ്റ്റഡിയിലാക്കി റിമാൻഡിലാക്കി എന്നതുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അവരെ ചോദ്യം ചെയ്യാം. ഇനിയിപ്പോൾ ജയിലിൽ ചെന്ന് അവരെ ചോദ്യം ചെയ്യാനുള്ള അനുമതി തേടും. അതിൻ്റെ ഫോർമാലിറ്റിയും പ്രൊസീജിയറും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനു മുമ്പ് ഈ പറയുന്ന 2 പ്രതികളെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് പല തെളിവുകളും വീണ്ടും കിട്ടും, അവരിൽ നിന്ന് പല വെളിപ്പെടുത്തലുകളും കിട്ടും. അവരുടെ മൊഴി ഈ കേസിലേറെ സുപ്രധാനമാണ്. ഇതാണ് ഈ അന്വേഷണത്തിൻ്റെ ഒരു വശം. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നിരിക്കുന്നത് വലിയ സമ്മർദ്ദമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. മറുവശത്ത് ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നമ്മൾ കണ്ടു. ആ അട്ടിമറിക്ക് അവർ കണ്ടെത്തിയ ഒരു തന്ത്രം വളരെ കൃത്യമായിരുന്നു. 1998 വിജയ് മല്യ ശ്രീകോവിലിൽ സ്വർണം പൊതിയുന്നത്. അന്ന് ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ജുവല്ലറി നടത്തിപ്പുകാരനെ അടക്കം ഒരുപാട് ശില്പികളെ, ഏകദേശം 50ഓളം ശില്പികളെ, ഈ സ്വർണം കൈകാര്യം ചെയ്യുന്ന ശില്പികളെ ഇവിടെ എത്തിച്ചു. അന്ന് ദേവസ്വം മരാമത്ത് വകുപ്പിന് കീഴിലായിരുന്നു ഈ പണി നടന്നത്. അന്നത്തെ ചീഫ് എഞ്ചിനീയർ രവികുമാർ, പിന്നെ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ആ സ്ഥലത്തുണ്ടായിരുന്നു. അന്ന് 31 കിലോ സ്വർണം പൊതിഞ്ഞു. അതിൻ്റെ രേഖകൾ, ഔദ്യോഗിക രേഖകളൊന്നും തങ്ങളുടെ പക്കലില്ല. മൊഴിയായി മാത്രമേ ഇത്തരമൊരു വാർത്ത തങ്ങൾ കേട്ടിട്ടുള്ളൂ എന്നാണ് ഹൈക്കോടതിക്ക് മുൻപാകെ പത്മകുമാറും വാസുവും വാദിച്ചത്. മറുവശത്ത് പത്മകുമാറിൻ്റെ ചില പ്രതികരണങ്ങൾ നമ്മൾ ആദ്യം മുതലൊന്ന് ശ്രദ്ധിക്കണം. പത്മകുമാർ ആദ്യം ഈ കേസ് സ്വർണ്ണക്കൊള്ള നടന്നതിന് തൊട്ടു പിന്നാലെ പത്മകുമാർ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, UB ഗ്രൂപ്പ് അവിടെ സ്വർണം പൂശി എന്നൊക്കെ പറയുന്നു, പക്ഷെ അത് ചെമ്പുപാളികളാണ് എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അപ്പോൾ പത്മകുമാറിനറിയാം ഈ കേസ് എങ്ങോട്ടേക്കാണ് ഡെവലപ്പ് ചെയ്ത് പോകുന്നതെന്ന്. അപ്പോൾ പിടിക്കപ്പെടുമെന്നും അപ്പോൾ രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളും ഇവർ കാറിലെ കൂട്ടി ആലോചിച്ചുറപ്പിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ പത്മകുമാറും വാസുവും ഒക്കെ പൂർണ്ണമായി അതിനെ ചെമ്പുപാളികളാക്കി മാറ്റിയെന്ന വിശ്വാസത്തിലായിരുന്നു. അത് അവരുടെ മിനിറ്റ്സ് തിരുത്തുക മാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും സുപ്രധാന രേഖകൾ അപ്രത്യക്ഷമായി എന്ന് നമ്മൾ ഈ കേസിൻ്റെ തുടക്കത്തിൽ കേട്ടിരുന്നു. കാരണം ചില മിനിറ്റ്സ് ബുക്കുകൾ, തിരുവാഭരണ കമ്മീഷണറുടെ രജിസ്റ്ററുകൾ, ഇതൊന്നും കാണാനില്ല എന്ന് ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്നു. ഇതുതന്നെയാണ് പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും ഒക്കെ ആത്മവിശ്വാസം. ദേവസ്വം ബോർഡിൽ നിന്ന് ഇത് സംബന്ധിച്ച രേഖകളൊന്നും ഒരു കാരണവശാലും പുറത്തേക്ക് വരാൻ പോകുന്നില്ല എന്നവർ ഉറപ്പിച്ചിരുന്നു. കാരണം അതിന് വേണ്ട പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാകും. ഇതിലപ്പുറം ഈ കേസ് വളരാൻ സർക്കാരിനും താല്പര്യമില്ല. കാരണം സർക്കാരിലെ തന്നെ ചില ഉന്നതരിലേക്ക് സംശയത്തിൻ്റെ ചൂണ്ടുവിരലിപ്പോൾ നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് വലിയ താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ അട്ടിമറിച്ച് ഇവരെ പുറത്തിറക്കി ചുരുക്കം ചില ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മേലൊരു ആരോപണം വെച്ച് ഇതൊക്കെ അവസാനിപ്പിച്ച് തീർക്കാമെന്നാണ് പൊതുവെ ചില കേന്ദ്രങ്ങൾ കണക്കൂട്ടിയത്. എന്നാൽ അയ്യപ്പൻ്റെ അത്ഭുതം പോലെ നമ്മൾ ഹൈക്കോടതിയിൽ ചില രേഖകൾ തെളിഞ്ഞു വരുന്നത് കണ്ടു. അതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ ഒരു തലവും. 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിയാനായി ദേവസ്വം ബോർഡിനെ സമീപിച്ചപ്പോൾ അന്ന് ദേവസ്വം ബെഞ്ച്, ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിനോട് ദേവസ്വം ബോർഡ് ഒരു അനുമതി ചോദിച്ചിരുന്നു. ഈ അനുമതിയിൽ എന്ത് ജോലികളാണ് ശബരിമലയിൽ ചെയ്യുന്നതെന്ന് അതിൽ വിശദമാക്കി. ആ വിശദമാക്കിയ കത്ത്, ഫയലുകളൊക്കെ ഇപ്പോഴും ഹൈക്കോടതിയിൽ ഭദ്രമാണ്. സ്വർണം പൊതിഞ്ഞതിന് ശേഷം എന്തൊക്കെ ജോലികൾ അവിടെ ചെയ്തു, എത്ര സ്വർണം പൊതിഞ്ഞു, ഇതിൻ്റെ വിശദമായ റിപ്പോർട്ടും അന്ന് ഹൈക്കോടതിക്ക് സമർപ്പിച്ചിരുന്നു. അത് ഹൈക്കോടതിയുടെ ഫയലിൽ ഇപ്പോൾ വളരെ സുരക്ഷിതമായുണ്ട്. അതുതന്നെയാണ് കത്തുന്ന ജീവിക്കുന്ന തെളിവുകളായി ഈ വാസുവിനെതിരെയും പത്മകുമാറിനെതിരെയും ഹൈക്കോടതിയിൽ നിൽക്കുന്ന ഒരു തെളിവ്. മറുവശത്ത് കഴിഞ്ഞ ഒക്ടോബർ 31 ദേവസ്വം ബോർഡിൽ
ഒരു റെയ്ഡ് നടന്നു. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ റെയ്ഡിൽ 418 പേജുകളുള്ള ഒരു സുപ്രധാന ഫയൽ കണ്ടെത്തി. ആ ഫയലിൽ 1998 സ്വർണം പൊതിയലുമായി ബന്ധപ്പെട്ട വലിയ വിലപ്പെട്ട രേഖകളുണ്ടായിരുന്നു. അക്കാര്യത്തിൽ എത്രമാത്രം സ്വർണം അവിടെ ഉപയോഗിച്ചു, ഈ സ്വർണം സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് സ്വർണം UB ഗ്രൂപ്പ് ഇറക്കുമതി ചെയ്തത്. അപ്പോൾ ആ ഇറക്കുമതി ചുങ്കം ഒഴിവാക്കാനായി അതിന് സർക്കാരിന് ചില പെർമിഷൻസൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അത്തരം രേഖകളൊക്കെ ഈ ഫയലിലുണ്ട്. അപ്പോൾ അതിന് ടാക്സ് ഇല്ലാതെ സ്വർണം കൊണ്ടുവന്ന് സ്വർണത്തിൻ്റെ അളവത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ ഈ ഫയലിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോക്ക് രജിസ്റ്ററിൽ അവർ രേഖപ്പെടുത്തിയില്ല എന്നതുകൊണ്ട് പ്രതികൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നതിൻ്റെ തെളിവുകളാണിത്. കാരണം എത്രമാത്രം സ്വർണം ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായി, പ്രത്യേക അന്വേഷണ സംഘത്തിന് ബോധ്യമായി. ഇതേ ബോധ്യമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും അവരുടെ അന്വേഷണത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചവർ അണ്ടപടലം പാളി. ഇവിടെയാണ് ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചില നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പോലും വളരെ ഗൗരവത്തോടെ കാണുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോക്കുന്നത് ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയും ഈ സ്വർണ്ണ മുതൽ കൈകാര്യം ചെയ്ത ഈ കൊള്ളയുടെ ഭാഗമാണ്. അവരിൽ നിന്ന് ഈ കൊള്ള മുതൽ എങ്ങോട്ടേക്ക് പോയി, ഈ കൊള്ളയിൽ നിന്ന് കിട്ടിയ പണം ആർക്കൊക്കെ ചെലവഴിച്ചു, അതിൽ കള്ളപ്പണ ഇടപാടുകളുണ്ടോ? കള്ളപ്പണ ഇടപാടുകളുണ്ട് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോധ്യമായതുകൊണ്ടാണ് ED ആദ്യം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് കേസ് അന്വേഷണത്തിന് അനുമതിക്കായി. പക്ഷെ അന്നേരം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ പരിധിയിലുള്ള കേസായതുകൊണ്ട് ഈ ഘട്ടത്തിൽ അത്തരമൊരു പാരലൽ അന്വേഷണത്തിന് ആവശ്യമില്ല എന്ന നിഗമനമാണ് മജിസ്ട്രേറ്റ് കോടതി നടത്തിയത്. തുടർന്ന് ED ഹൈക്കോടതിയെ സമീപിച്ച് ഈ അന്വേഷണത്തിൻ്റെ പ്രാധാന്യം ഹൈക്കോടതി ബോധ്യപ്പെടുത്തി. തുടർന്ന് കോടതിയാണ് കീഴ്ക്കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചെല്ലുന്നത്. അപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിക്ക് ഹൈക്കോടതിയുടെ മൂഡ് മനസ്സിലായി, ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. അങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കൂടി കേസിൻ്റെ മറ്റൊരു പാരലൽ സംവിധാനത്തിലേക്ക് ചുമതല നൽകി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ചില നീക്കങ്ങളുണ്ട്. അതാണ് ഈ പ്രതികളെ ഏറ്റവും കൂടുതൽ വിരളി പിടിപ്പിക്കുന്നത്. ഒന്ന്, പ്രതികളുടെ ഈ ഹവാല ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ പ്രതികളുടെ സ്വത്തങ്ങ് കണ്ടുകെട്ടും. പ്രതികളുടെ മാത്രമല്ല, ഈ പ്രതികളുടെ ബിനാമികൾ, പ്രതികളുമായി ബന്ധപ്പെട്ടവർ, ഈ പണം എവിടെയൊക്കെ ചെന്നിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ടവർ. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇനി അന്വേഷിക്കാൻ പോകുന്നത് ഇവരുടെയൊക്കെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ ആ റിവേഴ്സ് അന്വേഷണത്തിനൊരു പ്രാധാന്യം. സ്വർണം, ശബരിമലയിലുള്ള 31 കിലോ സ്വർണത്തിൽ ഇനി എത്ര ബാക്കിയുണ്ട്? ആ 30 കിലോ സ്വർണവും അടിച്ചു മാറ്റപ്പെട്ടെങ്കിൽ അതിൻ്റെ പണം എങ്ങോട്ടേക്ക് പോയി? ഇതിൻ്റെ ഒരു അമൂല്യ വസ്തു എന്ന നിലയിൽ നമ്മൾ നേരത്തെ കേട്ടു ഈ പുരാവസ്തു കള്ളക്കടത്ത്, ഇൻ്റർനാഷണൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങളുമായൊക്കെ ഈ സംവിധാനം ബന്ധപ്പെട്ടെന്ന്. അപ്പോൾ ആ തലങ്ങളിലൊക്കെ വലിയ തുക കൈമാറ്റം നടന്നിട്ടുണ്ടാവാം. ഇപ്പോൾ ഈ പ്രതികളുടെ സ്വത്ത് N. വാസു, പത്മകുമാർ, 2 ബോർഡ് അംഗങ്ങൾ, മുരാരിയുടെ ഒക്കെ പിന്നെ ഈ കൂടുതൽ വരുമല്ലോ, അതിലപ്പുറം ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി, ഇവരുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടുന്ന ഒരു നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇവരെല്ലാം തുറന്നു പറയും. കാരണം ഇവരെ സംബന്ധിച്ച് ശബരിമല കൊള്ളയടിച്ചു എന്ന പേരുദോഷം ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നു. സമൂഹത്തിൽ വലിയ മാന്യന്മാരായി വിലസിയിരുന്നവരൊക്കെ, പ്രത്യേകിച്ച് വാസു സാറൊക്കെ കള്ളം വാസുമായി, പപ്പേട്ടന് ശബരിമല കൊള്ള ചെയ്ത പപ്പേട്ടനായി, പത്മകുമാർ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട അടക്കി ഭരിച്ചിരുന്ന ഒരു CPM നേതാവായിരുന്നു. അന്ന് പപ്പേട്ടന് മുന്നിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പ്രാപ്തിയുള്ളവർ പത്തനംതിട്ട ജില്ലയിലില്ലായിരുന്നു. ആ പത്മകുമാറൊക്കെയാണ് ജയിലിൽ ഇപ്പോൾ നിലത്ത് മാന്തുന്നത്. കാരണം അത്ര സ്ട്രെസ്സും ടെൻഷനും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് ജയിലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഉറക്കമില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അസുഖങ്ങൾ ബാധിച്ചിരിക്കുന്നു, ഒരു വല്ലാത്ത ജീവിത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതോടെ ഇത്ര കൊള്ളയടിച്ച് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും തങ്ങൾ സുഖിക്കാൻ വേണ്ടിയും ഒക്കെ ആർജിച്ചെടുത്ത് സ്വത്തൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയാൽ അവരുടെ ഒരു അവസ്ഥ അറിയാമല്ലോ. ആ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. മറുവശത്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ജനുവരി 5 അവർക്കുള്ള അൾട്ടിമേറ്റം ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ വലിയ സമ്മർദ്ദമാണ് അവർക്ക് മുന്നിലുള്ളത്. കാരണം ഇല്ലെങ്കിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് തിങ്കളാഴ്ച മുതൽ അവരുടെ അന്വേഷണത്തിൻ്റെ വേഗത കൂട്ടുമ്പോൾ ഇവർ വെറും നോക്കുകുത്തികളാവും. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്താത്ത പല സുപ്രധാന വിവരങ്ങളും പുറത്തു കൊണ്ടുവരുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനങ്ങളും ശകാരങ്ങളും ഇവർ കേൾക്കേണ്ടി വരും. ഇനി മറുവശത്ത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം
സർക്കാരിനെ സഹായിക്കാനാണ്, പ്രതികളെ ഊരിയെടുക്കാനാണ് എന്ന് ഹൈക്കോടതിക്ക് സംശയം തോന്നിയാൽ CBI ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അന്വേഷണവും വരാം. അപ്പോൾ എന്തുകൊണ്ടും വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഭരണകൂടവും അതിലപ്പുറം ഈ ഉന്നതരും CPM പ്രതികളുമൊക്കെ പെട്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാഴ്ചയാണ് ശബരിമല കൊള്ളയുടെ ഈ മണിക്കൂറുകളിലെ ചിത്രം. ഈ കഴിഞ്ഞ ദിവസം ഗോവർദ്ധനൻ്റെ ഒരു മൊഴി ഉണ്ടായിരുന്നു SITക്ക് കൊടുത്തത്. അതായത് അയ്യപ്പൻ്റെ സ്വർണം കയ്യിൽ വെച്ചപ്പോൾ തനിക്ക് ഉറക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി, കുറ്റബോധം തന്നെ വല്ലാതെ അലട്ടി. അങ്ങനെ ശബരിമലയിലെ അന്നദാനത്തിന് അതിലേക്ക് ലക്ഷങ്ങൾ ഞാൻ കൊടുത്തു, പ്രായശ്ചിത്തത്തിന് വേണ്ടി കൊടുത്തു എന്നൊക്കെയുള്ള മൊഴികളാണ് വരുന്നത്. ഇതിനു മുൻപ് നമ്മൾ ഈ പറയുന്ന വാസുവിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, വാസു നിരവധി തവണ കൊല്ലം കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും ഒക്കെ ജാമ്യ ഹർജി കൊടുത്തപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്ന ഒരു കാര്യം, തനിക്ക് പ്രായാധിക്യം, അതിൻ്റെ അസുഖങ്ങൾ തന്നെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്, അങ്ങനെ ജയിലിലെ ഒരു സെല്ലിനുള്ളിൽ കഴിയാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയല്ല, ആരോഗ്യം വളരെ മോശമാണ് എന്നൊക്കെയുള്ള തരത്തിലേക്ക്. അപ്പോൾ ഈ കൊള്ളയടിച്ച സമയത്ത് പോലും ഇവർക്ക് അതിൻ്റെ വേട്ടയാടലുകൾ ആ സമയം മുതൽ തുടങ്ങിയെന്ന് വേണം കരുതാൻ. അല്ല, വാസുവിൻ്റെ നമുക്കറിയാമല്ലോ, ഈ കോവിഡ് കാലത്ത്, അതിന് മുമ്പായിരുന്നു ഈ കൊള്ള. കോവിഡ് കാലത്ത് വെന്റിലേറ്ററിലായിരുന്നു, വല്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോയത്. പക്ഷെ അപ്പോഴും വാസുവിന് ജീവൻ തിരിച്ചു കിട്ടി. ആ ജീവൻ തിരിച്ചു കിട്ടിയത് പലതും ഛർദ്ദിക്കാനുണ്ടായിരുന്നു. പല സത്യങ്ങളും ലോകത്തോട് വെളിപ്പെടുത്തിയിട്ട് വേണം ഈ ലോകത്ത് നിന്ന് ഇത്തരം ആളുകൾ കടന്നു പോകാൻ. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള ഒരുപാട് അയ്യപ്പ വിശ്വാസികളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ വാസുവിനെയും പത്മകുമാറിനെയും ഒക്കെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയപ്പോൾ എല്ലാം പൂർത്തിയായി എന്നൊരു ചങ്കൂറ്റമാണ് പൊതുവെ പിണറായിയൊക്കെ കാണിച്ചത്. പിണറായിയുടെ ഒരു വിശദീകരണം പോലും അതിനെ നിസ്സാരവൽക്കരിക്കുന്നതാണ്. കുറ്റവാളികൾ പിടികൂടപ്പെടും, ശിക്ഷിക്കപ്പെടും എന്നൊക്കെയായിരുന്നു അവരുടെ ഒരു നിലപാട്. എന്നാൽ അതിലപ്പുറം പല സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ജനങ്ങൾ പിന്നീട് മനസ്സിലാക്കി. ഈ കൊടും കൊള്ളയിൽ ഉൾപ്പെട്ട ഓരോരുത്തർക്കും ഇനി ഉറക്കം മാത്രമല്ല, അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും. ഗോവർദ്ധൻ്റെയൊക്കെ സ്ഥിതി വളരെ പരമദയനീയമായിരിക്കും. ഗോവർദ്ധൻ വലിയ സമ്പന്നനാണ്, നമ്മൾ കരുതുന്നതിലുമൊക്കെ വലിയ ഒരു സ്വർണ്ണ വ്യാപാരിയാണ്. കർണാടകയുടെ ഒരു ഭാഗം തന്നെ അയാളുടെ കയ്യിലാണ് എന്നൊക്കെ ആണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഇത്ര വലിയ സ്വാധീന ശക്തിയുള്ള സമ്പന്നർ അടപടലം വീഴണമെങ്കിൽ അതിൻ്റേതായ കാരണമുണ്ട്. ഇവരെ ആരും രക്ഷപ്പെടുത്താൻ ഇവിടെയുള്ള ഒരു സംവിധാനങ്ങൾക്കോ CPM പോലൊരു രാഷ്ട്രീയ കക്ഷിക്കോ പറ്റുന്നില്ല. കടകംപള്ളി പോലും ഇപ്പോൾ വിറച്ചു നിൽക്കുകയാണ്. കാരണം ED ആണ് കളത്തിൽ. ഇവിടുത്തെ പോലീസ് സംഘമൊക്കെ ആണെങ്കിൽ പാർട്ടി AKG സെൻറ്ററിൽ നിന്ന് ഒരു നിർദ്ദേശം കൊടുത്താൽ അവിടെ നിൽക്കും. ഇത് നടക്കത്തില്ല. ഇത് ഏത് പാതിരാത്രിയിലും ഇനി ഉറക്കമില്ലാതെ കിടക്കാനേ പറ്റുള്ളൂ. കാരണം EDയുടെ ഉദ്യോഗസ്ഥർ സാധാരണ ഈ രാത്രിയിലാണ് കടന്നു വരുന്നത്. ഇപ്പോൾ ഏത് രാത്രിയിൽ വേണമെങ്കിലും ഇത്തരം ഉദ്യോഗസ്ഥർ കടന്നു വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ് ഈ കൊള്ളക്കാരുടെ മുന്നിൽ. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യത്തിൽപ്പെട്ട് ഈ പ്രതികൾ ഉഴലുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. മറുവശത്ത് നമുക്ക് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിൻ്റെ അറ്റം കണ്ടിട്ടേ പോവുകയുള്ളൂ എന്ന്. അപ്പോൾ ഇതിൻ്റെ അറ്റം കാണാൻ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹവും. മുൻപൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുന്നതും അവർ ഇവിടെ ചെറിയ അന്വേഷണമൊക്കെ നടത്തി ആകെ ഒരു സെറ്റിൽമെൻറ്റാക്കി പോകുന്നതുമാണ് ഇവിടെ പൊതുവെ ഒരു പരിഹാസത്തിനിട വരുത്തിയത്. എന്നാൽ ഇപ്പോൾ അവർ ഏറ്റെടുത്തിരിക്കുന്ന കേസിൽ 2 തലങ്ങളുണ്ട്. ഒന്ന് അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസാണ്. അപ്പോൾ അയ്യപ്പ വിശ്വാസികളായ ഒരുപാട് ഉദ്യോഗസ്ഥർ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലുമുണ്ട്. അവരെ സംബന്ധിച്ച് ഇതൊരു ഭക്തിയുടെ തലം കൂടിയുള്ള ഒരു വലിയ അന്വേഷണ ഘട്ടമാണ്. അപ്പോൾ ഏറ്റവും വിശ്വസ്തയോടെ അവർ തങ്ങളുടെ ജോലി തുടരും എന്ന് തന്നെ നമുക്ക് കരുതാം. 2, ഏതെങ്കിലും തലത്തിൽ ഇവർക്ക് സമ്മർദ്ദത്തിന് സംസ്ഥാന ഭരണകൂടം ശ്രമിച്ചാൽ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്ന 3 മാസമേ ഉള്ളൂ. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ ഇടപെടൽ ഏതെങ്കിലും തലങ്ങളിൽ പുറത്തേക്ക് വന്നാൽ അത് വലിയ തോതിൽ ദോഷം ചെയ്യും. അതുകൊണ്ട് ഇടപെടാൻ കഴിയില്ല. അതാണ് രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം. മൂന്നാമത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കട്ടയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ BJP ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിയെടുക്കാൻ എല്ലാ പണിയും ചെയ്യും. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കോൺഗ്രസിൻ്റെ കാലത്ത് തുടങ്ങിയ കൊള്ളയാണ്, അത് ശക്തിപ്പെട്ടത് LDFൻ്റെ കാലത്ത്. അപ്പോൾ 2 കൂട്ടരെയും ആക്രമിക്കുകയാണ് BJPയുടെ ലക്ഷ്യം. മറുവശത്ത് കോൺഗ്രസ് ഇപ്പോൾ കളത്തിന് പുറത്തിരുന്ന് കളി കാണുകയാണ്. പാരഡി ഗാനമൊക്കെ അരങ്ങ് തകർക്കുന്നതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അധികം ജോലിയൊന്നും ചെയ്യേണ്ടതില്ല. വോട്ട് പെട്ടിയുമായി ഇലക്ഷൻ അടുക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് പെട്ടിയുടെ പുറത്ത് ശബരിമല കൊള്ള എന്ന് മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി, സ്റ്റാമ്പ് മാത്രം മതി. അപ്പോൾ അവരധികം ജോലി ചെയ്യാതെ തന്നെ ജനങ്ങൾ വിജയസാധ്യത UDFനുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് വോട്ട് കൂത്താനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ ഒരു വല്ലാത്ത രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ വന്നുപെട്ട അതിവമ്പന്മാരായ കൊള്ളക്കാരൊക്കെ വീഴുന്നു. മറുവശത്ത് അവരുടെ സ്വത്ത് പോകുന്നു, അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നു.
ഇതിൻ്റെ അടിപ്പടല ചേർത്ത് ചെത്താൻ തയ്യാറായി നിൽക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അങ്ങനെ ആകെ ഒരു ദുർഘട കാഴ്ചയാണ് കൊള്ളക്കാരെ സംബന്ധിച്ച്. ഈ കഴിഞ്ഞ ദിവസം ഈ പോറ്റിയെ കയറ്റിയ എന്നുള്ള ഗാനം ആര് പാടിയാലും അവരെ തൂക്കിയെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ചാണ്ടി ഉമ്മൻ IFFK വേദിയിൽ നിന്നുകൊണ്ട് ഈ ഒരു പാട്ട് പാടി, എന്താ കേസ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അതിനുശേഷം ഈ CPM ചില സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ചാണ്ടി ഉമ്മനെ തന്തയ്ക്ക് വിളിക്കുന്ന രീതിയിലുള്ള ചില കമൻറ്റുകളൊക്കെ വന്നിരുന്നു, പോസ്റ്റുകൾ ഉൾപ്പെടെ വന്നിരുന്നു. അതായത് പോറ്റിയെ കയറ്റിയത് അപ്പൻ്റെ കുഴിമാടത്തിൽ പോയി നിന്നൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി, പ്രയാർ ഗോപാലകൃഷ്ണനെ അവിടെ കൊണ്ടുവന്നതും ഈ പറയുന്ന ഉമ്മൻചാണ്ടിയാണ്, പ്രയാർ ഗോപാലകൃഷ്ണനും പോറ്റിയും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്ന ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെയും മറുപടി പറയേണ്ടി വരും. അപ്പോൾ CPM ഇത് നേരെ തിരിച്ച് കോൺഗ്രസിൻ്റെ മൂട്ടിലേക്ക് കൊണ്ടുവയ്ക്കാനുള്ള ഒരു നീക്കവും നടത്തുന്നു. അല്ല, അത് വിജയിക്കാനുള്ള സാധ്യതയില്ല. കാരണം ആ കാലഘട്ടത്തിൽ 2016 വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ UDFൻ്റെ ഭരണം. 2016 അവിടെ പിണറായി വിജയൻ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിരുന്നു. കാരണം 2016 ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിഞ്ഞുപോയി. പിന്നീട് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നെ നടന്ന രാഷ്ട്രീയ കളികൾ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും മ്ലേച്ഛമായ രാഷ്ട്രീയ കളികളാണ്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെ കാലാവധി വെട്ടിച്ചുരുക്കി ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നു. പിന്നീടാണ് അവിടെ ഒന്നൊന്നായിട്ട് പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ തിരികെ കയറ്റുന്നത്, ഒടുവിൽ പ്രശാന്തിനെ വരെ. അപ്പോൾ എതിർ രാഷ്ട്രീയ പാളയത്തിൽ നിന്ന് വരുന്നവർക്ക് വരെ അവിടെ അഭയം കൊടുക്കുന്നു. അതിനൊന്നും ഒരു വിശുദ്ധിയുടെ ഒരു മാനം ചേർക്കുന്നില്ല. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്നൊഴിഞ്ഞ് 2018 ഈ കൊടുങ്കൊള്ള നടക്കുന്നത്, 2 വർഷങ്ങൾക്ക് ശേഷം. 2017 ഇത് സംബന്ധിച്ച് ചില ഗൂഢാലോചനകളൊക്കെ നടക്കുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ് ഈ ഭയാനകമായ കൊള്ള അവിടെ നടന്നിരിക്കുന്നത്. പിന്നെ UDFൻ്റെ കാലത്ത് പോറ്റിയും തന്ത്രിയും ഒക്കെ തമ്മിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, അതൊക്കെ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് കണ്ടെത്തി അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ അന്വേഷണ സംഘത്തിനും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനൊക്കെയാണ്. അവർ ആ ജോലി ചെയ്യും. മറുവശത്ത് ഈ കേസിന് മറ്റൊരു തലം കൂടിയുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ആ പോറ്റിയെ കയറ്റി എന്നുള്ളൊരു പാട്ട്, ഈ നമ്മുടെ ദാസനും വിജയനും തമ്മിൽ ഒരു ഡയലോഗുണ്ട്, എത്ര വേണേലും അടിച്ചോ എന്ന് നമ്മുടെ ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പിണറായി എത്ര വേണേലും പാടിക്കോ എന്നാണ് നാട്ടുകാരോടൊക്കെ പറയുന്നത്. കാരണം അത് ഇവരെ വാസ്തവത്തിൽ ഇതൊരു വല്ലാത്ത കെണിയായിപ്പോയി. ഈ പോറ്റിയെ കയറ്റി എന്നുള്ളൊരു പാട്ട് അത് മൂടി വെച്ച് അവസാനിപ്പിക്കാം എന്നായിരുന്നു ഈ സർക്കാർ കരുതിയത്. അത് മൂടി വെക്കാൻ ചെന്ന് വല്ലാത്ത തലങ്ങളിലേക്ക് ആ പാട്ടങ്ങ് ഉയർന്നു. ഇനിയിപ്പോൾ അത് കേരളത്തിൽ കേൾക്കാൻ ആരുമില്ല. ആ പാട്ട് മാത്രമല്ല, അതിൻ്റെ ചൂട് പിടിച്ച ഒട്ടനവധി പാരഡി ഗാനങ്ങൾ, എത്ര കേട്ടാലും ഒരു രസമുള്ള പാട്ടും അത്. എന്ന് മാത്രമല്ല, അയ്യപ്പനോടുള്ളൊരു പ്രാർത്ഥന പോലെ നമുക്ക് തോന്നുന്നു, ശാസ്താവിനോടുള്ളൊരു പ്രാർത്ഥന പോലെ. പിന്നെ അതിൻ്റെ വരികൾ എടുക്കുമ്പോൾ ആ വരികളിലൊന്നും തെറ്റ് പറയാൻ നമുക്ക് കഴിയുന്നില്ല. അതിൽ മതനിന്ദയില്ല, ഒന്നുമില്ല. ശാസ്താവിനോട് സ്വർണം കെട്ട ആ കഥനകഥ പറയുന്നൊരു വിശ്വാസിയുടെ ഒരു ഭാവം മാത്രമാണ്. ഇതെഴുതിയതൊരു മുസ്ലിം ആയതുകൊണ്ടോ അതിൻ്റെ പിന്നണി പ്രവർത്തകർ മുസ്ലിം സഹോദരങ്ങളായതുകൊണ്ടോ ആ പേരിലൊന്നും ഇവിടെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ശബരിമല ശാസ്താവ് എന്ന് പറയുന്നത് മതങ്ങൾക്കപ്പുറമാണ്. എല്ലാ മതങ്ങളുടെയും ഒരു ആരാധന മൂർത്തിയായിട്ട് കാണുന്ന വലിയൊരു വിശുദ്ധിയുടെ രൂപമാണ്. അതുകൊണ്ട് അതിൽ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ഒന്നും ഇല്ല. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ആളുകളൊക്കെ, അവിടെ ക്രിസ്ത്യൻ സമൂഹമാണ് കൂടുതൽ ശബരിമല വിശ്വാസികൾ. അവർ ചിലർ മാലയിട്ട് മലയ്ക്ക് പോകുന്നവർ വരെ ഉണ്ട്. അത്ര വിശ്വാസത്തോടെ ഈ ശാസ്താവിനെ കാണുന്നു. പിന്നെ ശാസ്താവിൻ്റെ പേര് പറയാത്ത ഒരു ദിവസം പോലും മധ്യ തിരുവിതാംകൂറിലുണ്ടാവില്ല. ഏതെങ്കിലും ഒരു അയ്യപ്പ വണ്ടിയോ അയ്യപ്പന്മാരുടെ കഥയോ, ഇതൊക്കെ ആ ജീവിതത്തിൻ്റെ ഒരു നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ചുരുക്കത്തിൽ ശബരിമലയിൽ തൊട്ടു പണി വാങ്ങിക്കൂട്ടുന്ന പിണറായി വിജയനാണ് നമ്മൾ കാണുന്നത്. ഒന്നാം മന്ത്രിസഭയുടെ കാലത്ത് യുവതികളെ കയറ്റി അവിടെ ആകെ അലങ്കോലമാക്കി. അന്ന് മുതൽ പിണറായിയെ വേട്ടയാടുന്ന ഒരു സംഭവമാണിത്. എല്ലാറ്റിനും ഒടുവിൽ സ്വർണ്ണക്കൊള്ള, അതും ശബരിമല സ്വർണ്ണക്കൊള്ള, അത് അതിഭയാനകമായ ഭീതിതമായ തലത്തിൽ ജനങ്ങളതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി. രക്ഷയില്ല. അതാണ് അതിനെ നമുക്ക് ചുരുക്കി പറയാൻ കഴിയുന്നത്. ഇവിടെ ഈ ചില സൈബർ ഗ്രൂപ്പുകളിൽ, അതായത് ഈ CPM തന്നെ സൈബർ ഗ്രൂപ്പുകളാണ് പലപ്പോഴും CPM തന്നെ പാരയാകുന്നത്. അതിലൊക്കെ വരുന്ന ഒരു ട്രോളുണ്ട്. അതായത് സ്വർണം എടുത്തുകൊണ്ട് പോയപ്പോൾ അതിനെ തടയാൻ കഴിയാത്ത അയ്യപ്പനാണ് ഇപ്പം സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് കാണിക്കുന്നത്. ഇവിടെ സർക്കാർ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ എല്ലാ വശങ്ങളും പുറത്തേക്ക് വരുന്നത് എന്നാണ് അവർ പറയുന്നത്. അല്ല, അതിൽ നമുക്ക് ഇത്രയേ പറയാനുള്ളൂ. ഈ സ്വർണം ഹൈക്കോടതി അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഈ സംരക്ഷകർ തന്നെ വിനാശകരായി.
അപ്പോൾ എപ്പോഴും നമുക്ക് ശ്രീകോവിലാവട്ടെ, ഏതെങ്കിലും വിശുദ്ധ സ്ഥലങ്ങളാവട്ടെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളുടെ സ്ഥലങ്ങളാവട്ടെ, അവിടെയൊക്കെ സംരക്ഷകരായി ചിലരെ നമ്മൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കും. അത് ഒരു വിശ്വാസമാണ്. അയ്യപ്പനെ സംബന്ധിച്ച് അയ്യപ്പന് വന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോകുന്നവരുടെ കയ്യിൽ പിടിച്ച് നിർത്തി സ്വർണം തിരിച്ചു വെപ്പിക്കാനുള്ള മാർഗ്ഗമൊന്നുമില്ല. അയ്യപ്പന് ചില അടയാളങ്ങൾ കാട്ടിത്തരാം. 2018 ചില അടയാളങ്ങൾ നമ്മൾ കണ്ടു, 2019 ചില അടയാളങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ അടയാളങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയ മനുഷ്യരാ വിഡ്ഢി. അടയാളങ്ങൾ മനസ്സിലാക്കാതിരുന്ന അയ്യപ്പ ഭക്തരാണ് വിഡ്ഢികൾ. എത്രയെത്ര അടയാളങ്ങൾ നമുക്ക് മുന്നിൽ പ്രളയമായി. ശബരിമലയിലെ പമ്പാ നദി കരകവിഞ്ഞൊഴുകി, യുവതീ പ്രവേശന വിഷയമെന്ന് ആ ശബരിമലയിലേക്ക് എല്ലാ കണ്ണും കാതും ചെന്നു. എന്നിട്ട് പോലും ആരുടെയും കണ്ണിൽ ഇതൊന്നും പെട്ടില്ല എങ്കിൽ അതിൽ അയ്യപ്പനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ചില കാര്യങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. മനുഷ്യന് ഇത്തരം ചില നിയോഗങ്ങളിലേക്ക് നമുക്ക് ബുദ്ധി തെളിച്ചു തരാൻ മാത്രമേ ദൈവത്തിന് കഴിയൂ. അല്ലാണ്ട് ദൈവം ഇറങ്ങി വന്ന് സ്വർണം പിടിച്ചു മേടിച്ച് തിരിച്ചു കൊണ്ടുപോയി വെക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ ഒരു തലം. ഒരു ദൈവത്തിൻ്റെ ഇടപെടലുകൾ എപ്പോഴും അടയാളങ്ങളായിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ വരുന്ന ഓരോ സംഭവ വികാസങ്ങളായിട്ടൊക്കെയാണ്. അതുകൊണ്ടാണ് അയ്യപ്പൻ്റെ ഇടപെടൽ തന്നെയാണ് ഈ സത്യങ്ങൾ പുറത്തേക്ക് വരാനുള്ളൊരു കാരണം. അത് മറ്റൊരു ശക്തമായ ഇടപെടലാണ്. ഒരു സംരക്ഷകരും വിനാശകരായി മാറിയപ്പോൾ അവർ ഇനി രക്ഷപ്പെട്ടു പോകില്ല എന്ന തലത്തിലെത്തിയില്ലേ. നമുക്കിനിയും കാത്തിരുന്ന് അയ്യപ്പൻ്റെ ഇടപെടലുകൾ കുറച്ചുകൂടെ സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിക്കാം. അപ്പോൾ വിശ്വാസവും സത്യവും എല്ലാം കൂടുതൽ ബോധ്യം വരും. ശബരിമലയിൽ എന്തായാലും കൊള്ളയടിച്ചവർക്ക് ഇനി ഉറക്കമില്ലാത്ത ദിവസങ്ങൾ തന്നെയാണ്. കാരണം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ED ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിലേക്ക് ഇറങ്ങാനുള്ളത്. ഇത് പല കേന്ദ്രങ്ങളെയും വിറപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുകയാണ്. സത്യങ്ങൾ പുറത്തേക്ക് വരും. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.